നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലയിലെ CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. തൃശൂർ മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ നീക്കം. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പളം 40,000 രൂപയാക്കുന്നതുവരെ സമരം തുടരുമെന്ന് UNA. 40,000 രൂപ നൽകാൻ തയ്യാറാകുന്ന മാനേജ്മെന്റുകളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ജാസ്മിൻ ഷാ. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി. സിലിണ്ടറിന് 60 രൂപയാണ് കൂട്ടിയത്. വില വർധന ഇന്നു മുതൽ നിലവിൽ വന്നു. LPG സിലിണ്ടറുകളുടെ റീഫിൽ ബുക്കിംഗിൽ നിയന്ത്രണം. പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ ബുക്കിംഗുകളിൽ വലിയ രീതിയിലുള്ള വർധനവുണ്ടായതിന് പിന്നാലെയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയവും ഗാർഹിക LPG റീഫില്ലുകൾക്ക് 21 ദിവസത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ആറാട്ട് നടന്നു. നടുവിൽ മഠത്തിലേക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ 3 ആനകൾ അണിനിരന്നു. എഴുന്നള്ളിപ്പിന് നടപ്പാണ്ടി മേളം അകമ്പടിയായി. പെരുമ്പിലാവിൽ ഹോട്ടലിൽ തീപിടുത്തം. കോഴിക്കോട് റോഡിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ബുക്ക് റെസ്റ്റോറന്റിലാണ് തീപിടുത്തമുണ്ടായത്. പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലും സ്കൂട്ടറുകളിലും ഇടിച്ച അപകടം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞു മടങ്ങിയ പെങ്ങാമുക്ക് സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. എരുമപ്പെട്ടി മങ്ങാട് പുന്നങ്കോട് ഫ്ളാറ്റ് റോഡിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. കൊടുങ്ങല്ലൂർ നഗരസഭയും താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയും സംയുക്തമായി പാലിയേറ്റീവ് ദിനാചരണവും രോഗീ ബന്ധു സംഗമവും സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പൽ പഴഞ്ഞി 52-ാം നമ്പർ ഉല്ലാസ് അങ്കണവാടിയുടെ വാർഷികം ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കടവല്ലൂർ കൊങ്ങണൂർ സബ്സ്റ്റേഷന് സമീപമാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. പത്മജ വേണുഗോപാൽ ജില്ലയിൽ മികച്ച വിജയം കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ അനായാസം ജയിക്കാൻ കഴിയുമെന്നും സുരേഷ് ഗോപി. ഗൾഫിലെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രതീക്ഷ നൽകി ഇറാന്റെ പുതിയ പ്രഖ്യാപനം. ഗൾഫ് രാജ്യങ്ങളെ ഇനി ആക്രമിക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ. വെള്ളാങ്ങല്ലൂർ കാരുമാത്രയിൽ വിദ്യാർത്ഥിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുങ്കാണം ചൂരക്കാട്ടുപറമ്പിൽ ലത്തീഫിന്റെ മകൻ 12 വയസ്സുള്ള സൽമാനാണ് മരിച്ചത്. കൂട്ടുകാരോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കെ കാൽ വഴുതി വീഴുകയായിരുന്നു. നെല്ലെടുക്കാൻ സപ്ലൈകോ നിയോഗിച്ച മില്ലുകൾ കർഷകരെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് കർഷക കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി. മില്ലുകളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പഴുവിൽ വാരിയുംപടവിൽ കർഷക കോൺഗ്രസ് പ്രവർത്തകർ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവബലി ദർശനത്തിന് ആയിരങ്ങളെത്തി. ഗുരുവായൂരപ്പൻ നേരിട്ട് പരിവാര ദേവതകൾക്ക് നിവേദ്യവും പൂജയും നൽകുന്നു എന്നതാണ് ഉത്സവബലിയിലെ സങ്കല്പം. ചടങ്ങ് 6 മണിക്കൂറോളം നീണ്ടുനിന്നു. ചേറ്റുവ മഹല്ല് ജമാഅത്ത് പള്ളിയിൽ ബദർ മൗലീദ് വാർഷികം ആഘോഷിച്ചു. മൗലീദ് മജ്ലിസിനും പ്രത്യേക പ്രാർത്ഥനയ്ക്കും ചേറ്റുവ മഹല്ല് ഖത്തീബ് സലീം ഫൈസി, അബ്ദുറബ് ബാഗവി, ആലത്തിയൂർ സൈനുദ്ദീൻ മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിൽ CPI പ്രതിനിധിയായി MU ഷിജിനയെ നിയമിക്കും. കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ ചെയർപേഴ്സണാണ് ഷിനിജ. CPI പുല്ലൂറ്റ് സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം, മഹിളാ സംഘം പുല്ലൂറ്റ് ലോക്കൽ സെക്രട്ടറി, AYF മണ്ഡലം കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. വേലൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗർഭാശയകള ക്യാൻസറിനെതിരെയുള്ള വാക്സിനേഷൻ വിതരണം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള ചിട്ടി ഫോർമൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. സ്വകാര്യ ചിട്ടി സ്ഥാപനങ്ങളുടെ സുഗമ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം. സെക്യുലർ ജീവിതം നയിക്കുന്നവരുടെ ഏകദിന സെക്യുലർ കുടുംബ സംഗമവും പുസ്തക പ്രകാശനവും സാഹിത്യ അക്കാദമി ഹാളിൽ നടന്നു. കുടുംബസംഗമം കവി കുരീപ്പുര ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേലൂർ പഞ്ചായത്തിലെ തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് വാങ്ങിയ ബസിന്റെ ഫ്ളാഗ് ഓഫ് AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷയായി. തോളൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന വീട്ടുമുറ്റത്തും ടെറസിലും പച്ചക്കറി കൃഷി പദ്ധതി പ്രകാരം ഗ്രോബാഗ് ചട്ടികളുടെ വിതരണം നടന്നു. തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഗ്രോബാഗ് ചട്ടികളുടെ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു.
മാള കുത്തിയതോട് പാലം കുണ്ടൂരിൽ നിന്നും പായ്ത്തുരുത്തിലേക്ക് മാറ്റിയ LDF തീരുമാനത്തിൽ പ്രതിഷേധിച്ച് VR സുനിൽകുമാർ MLAയുടെ ഓഫീസിലേക്ക് NDA മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര വടക്കുമുറി കൈരളി കലാമന്ദിറിന്റെ 70ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ആവണങ്ങാട്ട് കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി ലയൺസ് ക്ലബിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന മുണ്ടത്തിക്കോട് സ്നേഹാലയത്തിലെ അന്തേവാസികൾക്ക് ചികിത്സാ സാമഗ്രികൾ കൈമാറി. സേവന പദ്ധതി കൺവീനർ TD റോബിൻ സ്നേഹാലയം ഡയറക്ടർ ആന്റണിക്ക് ചികിത്സാ സാമഗ്രികൾ കൈമാറി. ജൻശിക്ഷൻ സംസ്ഥാൻ തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.